Hey guys, welcome back to another video. Ranjit here. സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടം മുതൽ ഒരു 30 ഡേയ്സ് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സോ അത്തരത്തിൽ ഒരു 30 ഡേ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ പ്ലാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സിംപ്ലി ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ മാത്രമല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു റിസർച്ചിലൂടെ അത്തരത്തിലാണ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സബ്ജക്റ്റ് വൈസായിട്ട് ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും മാസ്റ്റർ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഹൈ ഈൽഡ് സ്ട്രാറ്റജിയാണ്. കൂടാതെ നമ്മൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് വേണ്ട ആ ഒരു ടൈം അലോക്കേഷൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മാർക്സ് വെയിറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ എഫേർട്ട് റിക്വയർഡ്. അതായത് സിംപ്ലി മാർക്സിൻ്റെ വെയിറ്റേജിനനുസരിച്ച് മാത്രമല്ല നമ്മൾ സമയം മാറ്റി വെക്കുന്നത്. അവിടെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബേസിക് അരിത്തമെറ്റിക് റീജിയൻ അതോടൊപ്പം തന്നെ മലയാളം ഇരു വിഭാഗങ്ങൾക്കും 10 മാർക്സ് വീതമാണ് ഷെയർ ഉള്ളത്. എന്നാൽ ഈ ഇരു വിഭാഗങ്ങളും പഠിക്കുന്നതിന് വേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരുപോലെയല്ല, അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. സോ അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്സ് വെയിറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ എഫേർട്ട് റിക്വയർഡ് എന്നൊരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് സമയം അലോക്കേറ്റ് ചെയ്യുന്നത്. എഫേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ അതോടൊപ്പം തന്നെ അവിടെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്. ഇത് ഓരോ സബ്ജക്റ്റിൻ്റെയും ആ ഒരു നേച്ചർ അനുസരിച്ചുകൊണ്ട് വ്യത്യാസപ്പെടും. അതുപോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു, ഹൈ ഈൽഡ് സ്ട്രാറ്റജിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു എഫേർട്ടിന് മാക്സിമം റിട്ടേൺ ലഭിക്കുന്ന, മാർക്സ് റിട്ടേൺസ് ലഭിക്കുന്ന വിഭാഗങ്ങൾ ചൂസ് ചെയ്ത് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു 30 ഡേ പ്ലാനിൻ്റെ ഒരു കോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് നൗ വാട്ട് ഈസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്ലാൻ? വളരെ സിമ്പിളാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എക്സാം റെഡി ആയിട്ട് മാറണം. എക്സാം റെഡി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിംപ്ലി പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പ്രിപ്പറേഷനോടൊപ്പം തന്നെ എക്സിക്യൂഷൻ എന്നുള്ള കാര്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മളൊരു വീഡിയോ സീരീസിലൂടെ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അത് ഏറ്റവും അധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷ കൂടിയാണ് ഡിഗ്രി ലെവലിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത്. സോ എക്സാം റെഡിനെസ് ആണ് നമ്മുടെ ലക്ഷ്യം. സോ അതിനുവേണ്ടി വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നമുക്ക് വേണം. അതായത് പഠനം, റിവിഷൻ, പ്രാക്ടീസ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഈ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ എബിലിറ്റി നമ്മൾ ഈ ഒരു കാലയളവിലൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസിലൂടെയും അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറക്ഷൻ ചെയ്തുകൊണ്ടും നമ്മുടെ എക്സിക്യൂഷൻ എബിലിറ്റി കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ 30 ദിവസത്തെ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു റെഡിനെസ്സിലേക്ക് എത്തണം എന്നുള്ളതാണ്. സോ ഇതാണ് ഈ ഒരു പ്ലാനിൻ്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഈ ഒരു 30 ഡേ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ പ്ലാനിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ഇവിടെ നമ്മളൊരു സ്റ്റഡി സൈക്കിൾ രീതിയിലുള്ള സ്ട്രക്ചറാണ് ഈ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റഡി സൈക്കിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 7 ദിവസത്തെ ഒരു പഠനമാണ്. നമ്മൾ അതിനെ ടെക്നിക്കലി 7 മൊഡ്യൂൾസ് എന്ന രീതിയിൽ പറയാം. ഒരു മൊഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറൗണ്ട് ഒരു 6 അവേഴ്സിൻ്റെ പ്രിപ്പറേഷനാണ്. ഈ ഒരു സ്റ്റേജിൽ, അതായത് ഈ എക്സാമിനേഷൻസിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ആസ്പിരൻസിനോട് എനിക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത് മിനിമം ഇത്രയെങ്കിലും സമയം നിങ്ങൾ ഡെയിലി പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ്. മുൻകാലത്ത് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മേ ബി ഇത്രയും സമയം ആവശ്യമായിട്ട് വരികയില്ല. എങ്കിലും ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു സ്റ്റഡി സൈക്കിളിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. അതായത് 7 ദിവസത്തിൽ ആദ്യത്തെ 6 ദിവസം വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. 7ാമത്തെ ദിവസം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ 4 സ്റ്റഡി സൈക്കിൾസ് ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. ടോട്ടലി 28 മൊഡ്യൂൾസ്. ശേഷിക്കുന്ന 2 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് നമുക്ക് നോക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് 2 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ മാറ്റിവെക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ 30 ദിവസം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സ്റ്റഡി, റിവിഷൻ, പ്രാക്ടീസ്, കറക്ഷൻ എന്ന രീതിയിൽ അങ്ങനെ മിസ്റ്റേക്കുകൾ ട്രാക്ക് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഈ പ്രിപ്പറേഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 2 ഫേസ് ആയിട്ട് ഇതിനെ കാണുകയാണ്. ആദ്യത്തെ ഫേസിൽ, അതായത് ആദ്യത്തെ 2 സ്റ്റഡി സൈക്കിൾ, നമ്മളിവിടെ അതിനെ നെയിം ചെയ്തിട്ടുള്ളത് തന്നെ ഹൈ ഈൽഡ് ഫൗണ്ടേഷൻ എന്ന രീതിയിലാണ്.
ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹൈ ഈൽഡ് സെക്ഷൻസിനാണ്. അതായത് നമ്മളിടുന്ന എഫേർട്ടിൽ നമ്മൾക്ക് ഏറ്റവും അധികം മാർക്സ് നേടിത്തരുന്ന വിഭാഗങ്ങൾ. അതിൽ ആദ്യത്തേത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗമാണ്. അവിടെ ആദ്യ സ്റ്റഡി സൈക്കിൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗങ്ങളിൽ പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ബേസിക് അരിത്തമെറ്റിക്കുമായി ബന്ധപ്പെട്ടും ജനറൽ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടൊരു പ്രാക്ടീസും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ശേഷിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മലയാള വിഭാഗമുണ്ട്, ഇംഗ്ലീഷ് വൊക്കാബുലറി ഉണ്ട്, മെൻ്റൽ എബിലിറ്റി തുടങ്ങിയ റീജൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ ആ ഒരു സ്റ്റഡി സൈക്കിളിൽ പഠിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഈ ആദ്യത്തെ 2 സ്റ്റഡി സൈക്കിളിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം നമ്മൾ വളരെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ GK റീജിയണിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന 2 വിഭാഗങ്ങൾ എന്നുള്ളത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയാണ്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഇരു വിഭാഗങ്ങൾക്കും 10 മാർക്സിൻ്റെ ഷെയർ വീതമുണ്ട്. അങ്ങനെ 20 മാർക്സിൻ്റെ ഷെയർ വരുന്ന റീജിയനാണ്. സോ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 70% മാർക്ക് ഷെയർ വരുന്ന വിഭാഗങ്ങൾ നമ്മൾ ആദ്യത്തെ 2 സ്റ്റഡി സൈക്കിളിൽ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല. ഒരു ബേസിക് എക്സ്പോഷർ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മളിവിടെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇത്രയധികം മാർക്സിൻ്റെ ഷെയർ ഉള്ള വിഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുമ്പോൾ, അതായത് 3ാമത്തെയും 4ാമത്തെയും സ്റ്റഡി സൈക്കിൾ, ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക റിമൈനിങ് ആയിട്ടുള്ള GK ടോപ്പിക്കുകൾ, ജോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യും. ഇവിടെയും നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൈ ഈൽഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ, അതായത് നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് മാക്സിമം റിട്ടേൺസ് നമ്മൾക്ക് തരുന്ന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു ഘട്ടത്തിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. കൂടുതൽ എക്സിക്യൂഷൻ എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘട്ടമാണിത്. കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം, അത് ഈ പ്ലാൻ തീരുന്ന ആ ഒരു ഘട്ടം വരെയും നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ്. കാരണം സ്പീഡ്, അക്യുറസി, കറക്ഷൻ ഇതൊക്കെ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു വിഭാഗമാണിത്. അങ്ങനെ 7 മൊഡ്യൂൾസ് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ 7 ദിവസത്തെ പഠനം ഉൾപ്പെടുന്ന 4 സ്റ്റഡി സൈക്കിൾസ്, ടോട്ടലി 28 മൊഡ്യൂൾസ്, അഥവാ 28 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഫൈനലി ഉള്ള 2 ദിവസങ്ങൾ ഒരു ഫൈനൽ സ്റ്റെബിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുക. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയും. അതായത് എക്സാമിനേഷന് തൊട്ട് മുൻപ് നമ്മൾ റിവൈസ് ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ 2 ദിവസം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു ഫൈനൽ സ്റ്റെബിലൈസേഷൻ ചെയ്താൽ അബ്സല്യൂട്ട്ലി നിങ്ങൾ എക്സാം റെഡി ആയിട്ട് മാറും. ആൻഡ് ഹിയർ വി ആർ ഇൻട്രൊഡ്യൂസിങ് അവർ 30-day പ്രിലിംസ് എക്സിക്യൂഷൻ ലാബ്. അതായത് അപ്കമിംഗ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ സിസ്റ്റമാണിത്. എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ വളരെ കൺവെൻഷണൽ രീതിയിലുള്ള ഒരു കോഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ എക്സിക്യൂഷൻ എബിലിറ്റി കൂടി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അത്തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്ത് അതിനെ പെർഫോമൻസിലേക്കും റിസൾട്ടിലേക്കും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള 30 ഡേയ്സിൻ്റെ ഒരു സ്ട്രക്ചേർഡ് പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാവുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഹൈ ഈൽഡ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ വളരെ കൺസൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കീ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് പുറമെ നമ്മൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും. കൂടാതെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് PYQs നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ പ്രാക്ടീസ് സെറ്റുകളും PYQസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എക്സിക്യൂഷൻ എബിലിറ്റി പരമാവധി ബെറ്റർ ആക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് there will be a one-on-one personal mentorship support as well. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാവുന്ന കോഴ്സ് പേജിൽ നിങ്ങൾക്ക് കോഴ്സ് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അത് വ്യക്തമായിട്ട് കാണുക. കൂടാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ PL30 എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കഴിഞ്ഞ വീഡിയോയിലും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിലുമൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് 30 ദിവസം ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് ധാരാളമാണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രിലിംസ് എന്നുള്ളത് ഒരു ക്വാളിഫയിങ് ഫിൽട്ടർ മാത്രമാണ്. നമ്മൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ 30 ദിവസം കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണിത്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലുള്ള ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത് ഏറ്റവും അധികം ആ രീതിയിൽ മാനേജബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു കട്ട് ഓഫ് എന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ത്രഷോൾഡിലേക്ക് എത്തിച്ചേരാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആവശ്യമാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. കൂടാതെ ഈ ഒരു ഘട്ടത്തിലുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഇത്തരത്തിൽ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു 30 ദിവസത്തിനുള്ളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫൗണ്ടേഷൻ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഒരു അല്പം കോംപ്ലേസൻ്റ് ആയിട്ട് സാധാരണ പേസിലൊക്കെയുള്ള ഒരു പഠനത്തെക്കാൾ വളരെ ഇൻറ്റൻസീവ്
കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇതുവരെയുള്ള പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുൻപിലുള്ള ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടോ ഒന്നും സ്ട്രെസ്ഡ് ആവുകയല്ല വേണ്ട. ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യം യഥാർത്ഥത്തിലില്ല. ഇനിയുള്ള ഒരു 30 ദിവസം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാനും അത് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ us on Telegram as well. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ ലഭ്യമാകും. സോ പ്ലീസ് ഡു ജോയിൻ us on Telegram. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന രീതിയിൽ അതോടൊപ്പം നമുക്ക് മെയിൻസ് എക്സാമിനേഷനിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന രീതിയിലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഒരു രീതിയിലുള്ള ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. വളരെ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ടോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ആൻഡ് ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ then make sure to subscribe. So thank you so much guys for watching this particular video and I hope to see you in the next one.